എനിക്ക് ആരുമില്ല. കുളക്കരയിൽ രോഗിയായി കിടന്നൊരു മനുഷ്യൻ്റെ പരാതിക്കതീതമായ സങ്കടമായിരുന്നു എനിക്കാരുമില്ല എന്ന മറുപടി. ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി പറഞ്ഞ് തൃപ്തിപ്പെടുത്താമായിരുന്നു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന സന്ദർഭത്തിൽ അസംബന്ധമായ ചോദ്യത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പൊട്ടിയൊഴുകിയ സങ്കടത്തിൻ്റെ അണക്കെട്ടായിരുന്നു എനിക്കാരുമില്ല. 38 വർഷത്തിൻ്റെ സീനിയോറിറ്റിയുടെ മുൻഗണന ഒന്നും ലഭിക്കാതെ ഇന്നും സൗഖ്യമാകേണ്ടുന്നവരുടെ പട്ടികയിൽ ഏറ്റവും പുറകിലായിരുന്നു അവൻ്റെ സ്ഥാനം. ചെറുതല്ല കേട്ടോ ആ സങ്കടം. വിശുദ്ധ ബൈബിളിൽ ഒരിടത്ത് പറയുന്നുണ്ട്, എല്ലാവർക്കും എല്ലാമായി തീർന്നുവെന്ന്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ അത്. തീർത്തും ആരുമില്ലാത്തവരും, ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടും ആരുമില്ലാതായവരും, എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതായവരും ഒക്കെ ഇന്നുമുണ്ട്. എല്ലാവർക്കും എല്ലാമാകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളറിയുന്ന വളരെ കുറച്ചു പേർക്കെങ്കിലും ഒരു തണലായി, അവർക്കുള്ള നമ്മളായി മാറാം.